പോടാ അവിടുന്ന്. എന്റെ ദൈവമേ, സോറി, എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ, എന്നെ കാത്തുകൊള്ളണമേ. എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണമേ. എന്റെ ഉള്ള മസിലുകളൊക്കെ ഒന്ന് പിടപ്പിച്ചേക്കണേ. എന്റെ ദൈവം, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, രക്ഷയില്ല. ഓ എന്റെ മനുഷ്യ, ഇതൊക്കെ എടുത്ത് പൊക്കണമെങ്കിലേ മര്യാദക്ക് 3 നേരം ഭക്ഷണം കഴിക്കണം. കൊക്കോപ്പുഴിന്റെ അസുഖമുള്ള നിങ്ങൾ മര്യാദക്ക് ഭക്ഷണവും കഴിക്കൂല, എന്നാ പൊക്കാൻ പറ്റാത്ത സാധനം പൊക്കാൻ വേണം. എടി, നിന്നെ കെട്ടി എന്റെ തലയിൽ എടുക്കാങ്കിലേ ഇത് ഞാനൊരു ദിവസം എടുക്കും. ഇതെന്റെ മസില് ഭഗവാനാണ്, സത്യം. എടുക്കും. ഇങ്ങോട്ട് മാറ്. ദേ ഒരു കോരം പറഞ്ഞൊക്കെ ഞാൻ ഒന്ന് മാറ് പോടാ. ദേ ആ സാധനം ഇവിടെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഒടിച്ചു തൂക്കി ദൂരെ അറിയ ഞാൻ പറഞ്ഞേക്കാം. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ വെയിറ്റ് എത്തിട്ട് കളിച്ചാലുണ്ടല്ലോ. എന്ത് ചെയ്യും നിങ്ങള്? ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വെയിറ്റ് ആണ് മനുഷ്യ? എടി, എനിക്ക് ഈ വീട്ടിലൊരു വെയിറ്റ് ഇല്ലെങ്കിലും നാട്ടിൽ ഭയങ്കര വെയിറ്റാ. ഭയങ്കര വെയിറ്റ് തന്നെ. എടി, ഈ നാട്ടിലെ കംപ്ലീറ്റ് കൊട്ടേഷൻ എടുത്തിറക്കുന്ന എന്റെ അടുത്താണോ നിന്റെ കൊട്ടേഷൻ? കൊട്ടേഷൻ? ദേ നിങ്ങള് കൊട്ടേഷന് പറഞ്ഞു വിട്ട ആ ഇടിവെട്ട് വാസം ഉണ്ടല്ലോ, പുറത്ത് വന്ന് നിപ്പുണ്ട്. അവൻ എന്താന്ന് വെച്ചാ കൊടുത്തു വിടും മനുഷ്യ. ഞാൻ എന്തു പറഞ്ഞാലും വളരെ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുന്ന ഒരു ശിഷ്യനുള്ളത് അവനാ. മോനെ വാസു, എടാ, കയ്യും കാലും വെട്ടാൻ പറഞ്ഞാൽ കയ്യും കാലും ഓടിച്ചോണ്ട് വന്നിരിക്കുന്നത്. എന്ത് കോലാടാ ഇത്? എന്റെ പോട്ടെ ആശാനെ, ആശാൻ തല്ലാനല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൂ. തല്ലു പറയുമ്പോ തടയാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കും. അവന്മാര് പറഞ്ഞു ആശാന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഈ ഒരു വിരല് മാത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാം വെട്ടിക്കളഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും, നീ ആ മൂലക്ക് പോയി. ആശാനെ, എന്റെ ഈ കയ്യും കാലും ഒക്കെ ഒന്ന് പുറത്തോട്ടെ, ഞാൻ കാണിച്ചു തരാം കേട്ടാ. നീ എന്ത് ചെയ്യും? ഞാൻ വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കും. എന്റെ കയ്യും പോയി, എല്ലാം പോയി. ഇവന്റെ ഒരു എന്റെ പൊന്നെ കൊതുകുത്തിയായിരുന്നു. ഞാൻ വിചാരിച്ച അപ്പുറത്ത് സുരേഷ് വന്ന് തന്നെ വെട്ടിയായിരിക്കും വടിവാളിന്. അപ്പുറത്ത് വീട്ടിലെ സുരേഷേ, അവന്റെ വീടിന്റെ അതിരുകല്ല് മാന്തി എന്ന് പറഞ്ഞ ആ ചെറുക്കൻ എന്റെ പുറകെ വടിവാളുമായിട്ട് നടക്കുവാ. ഞാനങ്ങും മാന്തിട്ടില്ല, എന്റെ അമ്മച്ചാണ് സത്യം. എടാ, കണ്ണുകുത്തി പൊട്ടിക്കല്ലേ, ഇവന്റെ കണ്ണിലെ കരട് അവൻ എടുക്കുന്നു. എന്നെ ഒന്ന് രക്ഷിക്കണം. എന്തേ? രക്ഷിക്കുന്ന കാര്യമാണ് എന്നോട് പറയണ്ട, ശിക്ഷിക്കുന്ന കാര്യമാണ് പറഞ്ഞാൽ മതി. അങ്ങനെ പറയില്ലേ ആശാൻ, എന്നെ ഒന്ന് രക്ഷിക്കണം. 5-6 പേര് എന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലി എന്റെ കൈയൊക്കെ കണ്ടോ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് അവരെ തിരിച്ചു തല്ലണം. നിനക്ക് തല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? നിനക്കങ്ങ് പോയി തല്ലിയാ പോരെ? എനിക്കല്ല, എനിക്ക് വേണ്ടി ആശാൻ പോയി അവരെ കൂലിക്ക് തല്ലണം. അതിന് എന്ത് അലവ് വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ വീട് വിറ്റിട്ട് ഞാൻ കാശ് തരും, എന്നിട്ട് ഞാൻ പോയി വാടകയ്ക്ക് താമസിക്കും. പക്ഷേ വാടക ആശാൻ കൊടുക്കണം. ആഹാ, ഈ കൊട്ടേഷൻ എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്, എന്നെ ഉപേക്ഷിക്കരുത് ആശാനെ. ഇത് ഭയങ്കര ശല്യമായല്ലോ. ആട്ടെ, നിന്നെ ആരാ തല്ലിയത്? എന്നെ തല്ലിയത് സമൂഹത്തിലെ ഉന്നതന്മാരെ അറിയാവാ. ഞാനറിയാത്ത ഉന്നതന്മാരാണ് ഇവിടെ ഉള്ളത്. രാഷ്ട്രീയക്കാരെ എന്നെ തല്ലിയത് അറിയാവാ. എന്റെ 3-4 ചെറുപ്പക്കാരും. രാഷ്ട്രീയക്കാരെ തല്ലാനൊന്നും ഞാനല്ല കേട്ടോ. പിന്നെ മറ്റേ പിള്ളേരുടെ കാര്യം അതെന്റെ പിള്ളേര് നോക്കിക്കോളൂ. കൊള്ളാം, അടിയിന്ന് കേട്ടപ്പോ ഇവന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടോ. ഫാസ്റ്റ് ടീം. ഇതിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ആശാന് രാഷ്ട്രീയക്കാരെ പേടിയാന്ന്. എനിക്ക് രാഷ്ട്രീയക്കാരെ പേടിയൊന്നും ഇല്ല. പിന്നെ എടാ, ഇത്രയും വൃത്തികെട്ട പരിപാടി വല്ലവരും ചെയ്യുവോ? ഇതിനൊക്കെ നല്ല വല്ല പെമ്പിള്ളാരെ തല്ലു മേടിക്കുന്ന അന്തസ് അറിയാവോ? പിന്നെ നീ ആയതുകൊണ്ടാണ് ഈ തല്ലു മേടിച്ചത്. ഞാനായിരുന്നെങ്കിണ്ടല്ലോ ഈ പാദം ഇവിടെ ഇരുന്നേനെ. ചാടി പെടലിക്ക് ചവിട്ടുന്നല്ല, ഒറ്റ ഓട്ടമാ. ഓടുന്ന ഓട്ടത്തിൽ ഈ പാദം ഇവിടെ വരും. അത്ര സ്പീഡാ ഓട്ടത്തിൽ. ചീത്തപ്പുലിയല്ല, നല്ല പുലി ഓടുന്നതാണോ ഞാൻ ഓടുന്നത് അറിയാവോ? ഞാനൊരു സത്യം ചോദിച്ചോട്ടെ, ആശാൻ ഈ കൊട്ടേഷന്റെ ആള് തന്നെയാണോ? എന്നെ കണ്ടിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ല? ഇല്ല. എടാ, ഈ ശരീരത്തിലൊന്നും ഒരു കാര്യമില്ല.
ഒരാളായാൽ മനസ്സ് വേണം. മനസ്സുണ്ട് ഇവിടെ ആർക്കും എന്തും ചെയ്യാം. ആഹാ ആശാൻ ഞാൻ ഏൽപ്പിച്ച കാര്യം എപ്പ ചെയ്യും? എന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് നടക്കുന്നത് രാത്രി 12 മണിക്ക് ശേഷമാണ്. എന്റെ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ വരെ നടന്നത് രാത്രി 12 മണിക്ക്. അറിയാവോ? ആശാൻ ഈ പകല് ചെയ്ത എന്നെ കുഴപ്പം? പകല് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അത് എന്തുകൊണ്ട് ഈ പറ്റത്തില്ലെന്ന് പറയുന്നത്? പകല് ചെയ്ത രക്തം കണ്ട എനിക്ക് തലകറങ്ങും. ഈ രക്തം കണ്ട തലകറങ്ങുന്ന ടീമാണോ എന്നെ തല്ലിയോലെ തല്ലാൻ പോകുന്നത്? എനിക്ക് വിശ്വാസമില്ല. നീ കൊട്ടേഷൻ സിനിമ കണ്ടോ? ഞാൻ കണ്ട്. ആചാരം അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ അഭിനയിച്ചിട്ടൊന്നുമില്ല. നീ കൊട്ടേഷൻ കണ്ടില്ല? ഞാനും കൊട്ടേഷൻ കണ്ട്. ഞാനും കൊട്ടേഷന്റെ ആള് തന്നെ. അറിയാവോ? ആചാൻ ഇന്ന് വരെ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? കൊന്നിട്ടുണ്ടോ? എടാ, കടയ്ക്കൽ റോബിൻ, മനക്കൽ സാഗർ, ഇല്ലിക്കൽ റൈനോൾഡ്, ഇവന്മാരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ക്ലോസ് ആക്കിയവനെ ഞാൻ. അറിയാവോ? ഇത്രയും ദാതാക്കന്മാരെ ആചാൻ ഒറ്റ രാത്രി കൊണ്ട് കൊന്നോ? ഇവന്മാരൊന്നും ദാതാക്കന്മാരല്ല. പിന്നെ തൊട്ടടുത്ത് വീട്ടിലെ പട്ടികളില്ലേ, ഒരു ദിവസം ഞാൻ എല്ലാത്തിനും വിളിച്ച് ചോറിനകത്ത് വിഷം കലക്കി കൊന്നു കളഞ്ഞു. എന്ത് ശല്യമാണെന്നറിയാവോ? ഇതിലെ നടക്കാൻ പറ്റത്തില്ല ഈ പട്ടികൾ കാരണം. കേവലം ഒരു പട്ടിയെ കൊന്നതാണ് ഇത്ര കഴുത്തി പറഞ്ഞത്. എനിക്ക് ആചാര്യ വിശ്വാസമില്ല. എടാ, പട്ടിയെ മാത്രമല്ല, ഞാൻ പലരെയും ഞാൻ തല്ലിയിട്ടുണ്ട്. അറിയാവോ? ആരെ തല്ലിയിട്ടുണ്ടെന്നാ? എടാ, ഈയിടെ കീരിക്കാരൻ ജോസിന് ഒരു അടി കൊടുത്തിട്ടേ 7 ദിവസം ആശുപത്രി കിടന്നത്. അറിയാവോ? ആര്? ഞാൻ. എന്റെ 2 കൈ ഒടിഞ്ഞു പോയില്ലടാ. ആണല്ലേ? ഈ കൊട്ടേഷൻ തരാൻ ആചാര്യ എനിക്ക് വിശ്വാസമില്ല. എടാ, ഒരു കൊട്ടേഷൻ വരുന്ന ഒരാൾക്ക് ആദ്യം വേണ്ടി എന്താണെന്നറിയാവോ? വിശ്വാസം അല്ല, അഡ്വാൻസ്. ആചാര്യ ഈ കൊട്ടേഷനൊക്കെ നടക്കുന്നെങ്കിലേ വെളിയിൽ ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോ സൂക്ഷിക്കണം. അതെന്താ? ശത്രുക്കളൊക്കെ വല്ലതും ചെയ്യും. എടാ, എനിക്കാരും പേടിയില്ല. അതെന്താ? എടാ, ഞാൻ എവിടെ പോയാലും എന്റെ അരയിലൊരു കഠാര കാണും. ഓ, കടാരമുള്ളവരുടെ പേടിയില്ലല്ലേ? അഥവാ എന്തെങ്കിലും വന്നു പോയാ ഈ കഠാര അങ്ങോട്ട് വലിച്ചൂരിട്ടുണ്ടല്ലോ, തന്നെത്താൻ കുത്തി ഞാൻ ചത്തുകളയും. അല്ലാതെ എനിക്ക് വൈ വല്ലോന്റെ കുത്തുകൊണ്ട് ചാകാൻ.